കാർഷിക മേഖലയിൽ വിസ്മയം തീർത്ത് കോതമംഗലത്ത് ഒരു കുട്ടി കർഷക 1.5 ഏക്കറിൽ 100 മേനി വിളയിച്ചാണ് ഈ കുട്ടി കർഷക ശ്രദ്ധേയയായത്. കോതമംഗലം സെയിന്റ് അഗസ്റ്റിൻസ് GHSS 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയും രാമല്ലൂർ താണിക്കൽ ജിസ് സ്മിത ദമ്പതികളുടെ മകളുമായ അനുഗ്രഹയാണ് കാർഷിക മേഖലയിൽ അത്ഭുതങ്ങൾ തീർക്കുന്നത്. പഠനം മാത്രമല്ല, കൃഷിയും വഴങ്ങുമെന്ന് തെളിയിച്ചതിനാണ് കർഷക അവാർഡും അനുഗ്രഹയെ തേടിയെത്തിയത്. തണ്ണിമത്തൻ, വിവിധയിനം പയർ, കൂർക്ക, ചീര, വാഴ, ചേന, ചെറുകിഴങ്ങ് തുടങ്ങിയവ ജൈവരീതിയിൽ 100 മേനി വിളയിക്കാൻ ഈ കൊച്ചുമിടുക്കിയായി. അച്ഛൻ ജിസും അമ്മ സ്മിതയും അനിയത്തി ക്രിസ്തുരാജ ഇന്റർനാഷണൽ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി ആരാധ്യയും അനുഗ്രഹയുടെ കൃഷിയിടത്തിൽ പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. കൃഷി ഓഫീസിൽ നിന്ന് ലഭിച്ച തൈകൾക്ക് പുറമെ സ്വന്തമായി ട്രേയിൽ വിത്ത് മുളപ്പിച്ചെടുത്തും കൃഷി വിപുലീകരിച്ചിട്ടുണ്ട്. ജൈവ കൃഷിയിലൂടെ വിളയിച്ചെടുത്ത പച്ചക്കറികൾക്ക് ധാരാളം ആവശ്യക്കാരുണ്ട്. ഇക്കോ ഷോപ്പ് വഴിയും വിപണനം നടത്തുന്നുണ്ട്. വിവിധ തരം തണ്ണിമത്തനുകൾ വിളഞ്ഞു കിടക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ആകർഷണീയത. ഒഴിവ് സമയങ്ങളിലെല്ലാം നനയും വളമിടലും പുല്ലുപറിയുമെല്ലാമായി കൃഷിയിടത്തിൽ തന്നെയാണ് അനുഗ്രഹ കഴിച്ചുകൂട്ടുന്നത്. ഞാൻ രാവിലെ എഴുന്നേക്കും. അതിനുശേഷം പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ നേരെ 1 മണിക്കൂർ നേരത്തേക്ക് പാടത്തേക്ക് വരും. കൃഷികളൊക്കെ സ്നേഹിച്ച് അവർക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് വളം ഇടാനൊക്കെ വളമൊക്കെ ഇട്ട് അതിനെ സംരക്ഷിച്ച് വല്ല പുഴുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി. പിന്നെ ഞാൻ എല്ലാ ദിവസവും വൈകിട്ടും വരും. ഒരു അരമണിക്കൂർ നേരത്തേക്കൊക്കെ വൈകിട്ട് വന്നിട്ട് പിന്നെ എനിക്ക് ട്യൂഷന് പോകാനുള്ളതുകൊണ്ട് അതിന് പോവും. പിന്നെ മെയിനായിട്ട് നമ്മളിവിടെ കൃഷി ചെയ്യണത് തണ്ണിമത്തനുണ്ട്, ചീരയുണ്ട്, പയറുണ്ട്, കോവക്കയുണ്ട്, മധുരക്കിഴങ്ങുണ്ട്. അങ്ങനെയുള്ള പലതരം കൃഷികളൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. കൃഷിയിൽ വലിയ നേട്ടമുണ്ടാക്കിയ അനുഗ്രഹ നാടിന് അഭിമാനവും മാതൃകയുമാണെന്ന് അധ്യാപിക ടിഷു ജോസഫ് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് കൃഷിയിടം കണ്ടപ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു മുതിർന്ന കർഷക ചെയ്യുന്ന അത്രയും തന്നെ കുട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുഗ്രഹം അറിയപ്പെടുന്നത് കുട്ടി കർഷകയായിട്ടാണെങ്കിൽ പോലും വിദഗ്ധരുടെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടി ചെയ്യുന്നത്. പ്രത്യേകിച്ച് തണ്ണിമത്തൻ്റെ എല്ലാവിധ കാര്യങ്ങളും നടാൻ എങ്ങനെയാണ്, അതിൻ്റെ വളം എങ്ങനെയാണ്, അങ്ങനെ വിവിധ തരത്തിലുള്ള തണ്ണിമത്തൻ്റെ പരിചരണങ്ങളെല്ലാം അനുഗ്രഹിക്കറിയാം. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് ഇങ്ങനൊരു കുട്ടിയെ നമ്മുടെ സ്കൂളിൽ ലഭിച്ചതിൽ. നമ്മുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹിക്കുന്നുണ്ടാവും. വലുതാവുമ്പോൾ നല്ലൊരു കൃഷി വിദഗ്ധയായിട്ട്, ഒരു കൃഷി ശാസ്ത്രജ്ഞയായിട്ട് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണയും അനുഗ്രഹിക്കുന്നുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ കൃഷിയിടത്തിൽ ഒപ്പം കൂടിയതുകൊണ്ടാകാം കൃഷിയിൽ മകൾക്ക് താല്പര്യവും അറിവും ഉണ്ടായതെന്ന് മാതാവ് സ്മിത പറഞ്ഞു. ഞങ്ങൾ 2 പേരുണ്ട്. ഇവർ 2 പേരും ചെറുപ്പത്തിൽ തൊട്ട് ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിന് അവരും വന്നിരിക്കും ചാക്കിൽ. അപ്പം ഞങ്ങൾ ചെയ്യുന്ന കണ്ട ഓരോ കാര്യങ്ങളും ചെയ്ത് അവരും തുടങ്ങി. വെള്ളം ഒഴിച്ചു തുടങ്ങി, പിന്നെ വളമിട്ട് തുടങ്ങി. അങ്ങനെ ഓരോരോ കാര്യങ്ങളിലേക്ക് വന്ന് ഇപ്പം അവൾ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും അവർ തണ്ണിമത്തൻ കാണാനായിട്ട് വന്നപ്പോൾ ആണ് ഈ പിള്ളേർ ചെയ്യുന്നത് അവർ കണ്ട് അത്ഭുതപ്പെട്ട് നമ്മുടെ കൃഷി ഓഫീസർമാരായ എൽദോസ് സാറും ഷിബിമാടും ആ സമയത്തുണ്ടായിരുന്നു. അവർ 2 പേരും വന്നു. അവരെ അത്ഭുതപ്പെട്ടു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അനുഗ്രഹ. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം.